ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് ദ്രൗപദി മുർമു എന്നാണ്. ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വനിതയാണ്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ഒരു കഷ്ടം പരാമർശം നടത്തിയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഇത് ഇന്ത്യയിലെ ട്രൈബ് വിഭാഗങ്ങളോടുള്ള അവഹേളനം എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയും അവിടെ പറഞ്ഞത് അവരുടെ ജാതിയല്ലേ അല്ലേ? അതെ, ജാതി ഓക്കെ, ജാതി പറയരുതെന്ന് നമുക്ക് നിയമങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടും ജാതി പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു വ്യവസ്ഥയും കൂടി ഉണ്ട്. ഉറപ്പായുമുണ്ട്. ജാതി സംവരണ അടിസ്ഥാനത്തിൽ ഇലക്ഷനിൽ സീറ്റുകൾ അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടില്ലേ? അവിടെ അവരുടെ ജാതിയും ഉപജാതിയും നോക്കി പോകാറില്ലേ? ഇവിടെ നമ്മൾ കണ്ടതാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും പല നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരത്തിന് ചെല്ലുമ്പോൾ അവിടെ സംവരണ മണ്ഡലമാണ്. അവിടെ ഈ പറയപ്പെടുന്ന പുലയ സമുദായത്തിൽ നിന്നോ കുറവ് സമുദായത്തിൽ നിന്നോ പറയ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ തണ്ടാൻ സമുദായത്തിൽ നിന്നോ ഒക്കെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സമുദായത്തിനുള്ളിലെ, അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന SC ST എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ അവര് ഏത് ജാതിയിൽപ്പെട്ടവരാണ്, അത് അവർക്ക് അവിടെ എത്ര വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് നോക്കിയിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താറില്ലേ? ഇവിടുത്തെ BJP യും ചെയ്യാറുണ്ട്, കോൺഗ്രസും ചെയ്യാറുണ്ട്, ഇടതുപക്ഷവും ചെയ്യാറുണ്ട്.